സ്തോത്രം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കും എല്ലാ ദൈവദാസിമാർക്കും സഹോദരിമാർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നിങ്ങളെല്ലാവരെയും വീണ്ടും ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് കാണുവാൻ ദൈവം സഹായിച്ചനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, ദിവസങ്ങൾ എത്ര പെട്ടെന്നാ കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷിച്ചു എന്ന് സൂസനാന്റി പറഞ്ഞപ്പോൾ അത് ഇന്നലെ കടന്നുപോയ ദിവസം പോലെ, ഇന്നലെ സംഭവിച്ചതുപോലെ അങ്ങ് തോന്നുകയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസം കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ദൈവം നമ്മളോട് പറയുന്നതായ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും അത്രത്തോളം വേഗത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. സ്തോത്രം. നമ്മൾക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആക്ച്വലി ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു വാഗ്ദത്തം ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവ് നമ്മൾക്കൊരു വാഗ്ദത്തം തരികയാ. ഏലിയാവ് മഴയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ബാല്യക്കാരനെ അയക്കുന്നു. 6 പ്രാവശ്യം ബാല്യക്കാരൻ പോയി തിരിച്ചു വന്നിട്ട് പറയുന്നു, ഒന്നും കാണുന്നില്ല. വിട്ടുകളയാതെ ഏലിയാവ് ഒരു പ്രാവശ്യം, നീ ഒരു പ്രാവശ്യം കൂടെ പോയി നോക്ക്. ഹല്ലേലൂയാ. അപ്പോൾ ലാസ്റ്റിൽ കിട്ടുന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ കൈ പോലെയുള്ള ഒരു മേഘം പൊങ്ങുന്നത് കാണുന്നു. ഇന്ന് സന്ധ്യാസമയം എന്നെ കർത്താവ് അരുളി ചെയ്യുകയാ. ഇന്ന് ഈ വൈകുന്നേരത്തെ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, കൈ പോലുള്ള ഒരു മേഘം പൊങ്ങിയിരിക്കുക കേട്ടോ. കൈ പോലുള്ള ഒരു മേഘം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ പൊങ്ങിയിരിക്കുക. അത് കൈ പോലെയുള്ള വേഗം എത്ര കൊച്ചൊരു വിഷയത്തിൽ എന്താകാൻ, ഈ കൊച്ചൊരു വിഷയം കൊണ്ട് ഇത്രയും വലിയതായ ഒരു ദേശത്തിന് വേണ്ടി എന്ത് സംഭവിക്കുവാനാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. നിമിഷം നേരം കൊണ്ട് ആകാശം മൂടാൻ പോകുക കേട്ടോ. ലില്ലി ബാബു എന്ന ഡിവൈസിലെ ആന്റി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പരിശുദ്ധാത്മാവ് പറയുകയാ, കൈ പോലെയുള്ള മേഘം ഒരു അടയാളമായി പൊങ്ങിയാല് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കണം. വേണ്ട, അതിന് മുൻപ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. അടയാളം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അടയാളം കാണിക്കുന്ന ദൈവമാ. ദൈവത്തിന് നിർബന്ധമായി എന്റെ ദാസിക്ക് ഞാൻ വീര്യം പ്രവർത്തിക്കും. എന്റെ ദാസിക്ക് വേണ്ടി ഞാൻ വീര്യം പ്രവർത്തിക്കും. കർത്താവ് ഒരു ഉറപ്പ് നൽകുന്നു കേട്ടോ. യാക്കോബിന്റെ മുൻപിൽ, അവന്റെ ഭവനത്തിന്റെ മുൻപിൽ ഒരു രഥം വന്നു നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ലില്ലിയാന്റെ കർത്താവ് പറയുകയാ, ദൈവാത്മാവ് വീര്യം പ്രവർത്തിക്കുന്നത് ഈ വഴിയില. ഒരു റോയൽ ആയിട്ടുള്ള ഒരു പദവി, ഒരു റോയൽ ആയിട്ടുള്ള ഒരു അനുഭവം ഭവനത്തിലേക്ക് കടന്നു വരിക. പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ ചിലത് ദൈവം മടക്കി തരുന്ന ദൈവിക പദ്ധതിയായി. ഒരു വർഷത്തിനുള്ളിൽ ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തിയുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ ദൈവത്തിന് അത്ഭുതകരമായ, ദേശക്കാർ ഞെട്ടും കേട്ടോ. ദേശക്കാർ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ദൈവപ്രവൃത്തി. ഇത് എന്റെ ദൈവമാ പ്രവർത്തിച്ചതെന്ന് പറയാൻ ഒരു സാക്ഷ്യം. ദൈവജനത്തിന്റെ ഇടയിൽ മാത്രമല്ല, ദൈവ മക്കളുടെ ഇടയിൽ മാത്രമല്ല സാക്ഷ്യം, ജാതികളുടെ മധ്യത്തിൽ വെളിപ്പെടും കേട്ടോ. സമുദായക്കാർ, ചുറ്റുമുള്ള ചില സമുദായക്കാരുണ്ട്. ഭവനത്തിന്റെ അവസ്ഥയും നിലവാരവും നന്നായി അറിയാവുന്ന ചില ജാതികളും സ്വന്തം ജനത്തിൽ ഉൾപ്പെട്ടവരും അവിടെ ഉണ്ട്. നോക്കിക്കൊണ്ടിരിക്കുക എന്നാകുമെന്ന കർത്താവ് പറയുന്നു. ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാ കേട്ടോ. വെല്ലുവിളികൾ, ചില വെല്ലുവിളികൾ അതിരിക്കുന്നത് മുൻപില. നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുക. നിന്റെ ദൈവം എവിടെയാ ഈ കഴിഞ്ഞ നാളുകളിലായി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആ വെല്ലുവിളിയും പരിഹാസമൊക്കെ കൂടിയിരിക്കുക അല്ലേ ആന്റി? കർത്താവ് പറയുക, ഞാൻ അതിന് ഉത്തരം പറയാൻ പോവാ. പോകുക കേട്ടോ. ഭവനത്തിന്റെ നിലവാരത്തെ മാറ്റുന്ന ദൈവപ്രവൃത്തി ജാതികളുടെ മുൻപിൽ, അത് കർത്താവിനൊരു പ്രത്യേക താല്പര്യമാണെന്ന് കർത്താവ് പറയുന്നു. പ്രത്യേക താല്പര്യം, ദൈവം ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുകയാ കേട്ടോ. ഉടലരാ ജഗന ഹസ്തന ദിഗാല ഘടക. ഏലിയാവിന് രാഹാബിന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കണം ദൈവം ആരാണെന്ന്.
കർത്താവ് പറയുന്നു, ഞാൻ എന്റെ ദാസിയിലൂടെ വെളിപ്പെടുത്താൻ പോകുക ഞാൻ ആരാണെന്ന് ആ ദേശത്ത്. കർത്താവിന്റെ നാമം അവിടെ ഉയരേണ്ടതിന്, ഒരു ഭയം വരേണ്ടതിന്, ഒരു അടയാളം, വീര്യം പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരുങ്ങിയിരിക്കുക. ഓ, നോഹയുടെ പെട്ടകത്തിലേക്ക് ഒലിവിലയുമായി വന്ന പ്രാവ് പോലെ, ഒരു ഒലിവിലയുമായി പ്രാവ് കടന്നു വന്നതുപോലെ ഒരു കൃപയുടെ ഒരു അടയാളം മുൻപിലുണ്ട് കേട്ടോ. കൃപയുടെ ഒരു അടയാളം മുൻപിലുണ്ട്. ലിലി ആന്റി പ്രാർത്ഥിച്ചോ, ഈ അടുത്ത നാളുകളിൽ തന്നെ ചില വാതിലുകൾ തുറക്കപ്പെടും. അടഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ തുറക്കാൻ പോകുക കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നു, പലിശ സഹിതം മടക്കി തരുന്ന അനുഗ്രഹമുണ്ട്. പലിശ സഹിതം മടക്കി തരുന്ന. ബീനു അജു എന്ന ഡിവൈസിലെ ആൻറ്റി കേൾക്കാമോ? പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഫയൽ എടുത്ത് പെട്ടെന്ന് സീലടിക്കുന്നത് പോലെയുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടാൻ പോകുന്നു. പെട്ടെന്ന് ഫയൽ എടുത്ത് കാര്യങ്ങൾ ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട്. ദൈവം ഉടമ്പടി ചെയ്തിട്ട് മറന്നു പോയോ എന്ന് പോലും ചിന്തിച്ചതായ അനുഭവം. കർത്താവ് പ്രോമിസ് ഒക്കെ ചെയ്ത് വാഗ്ദത്തമുണ്ട്, പക്ഷെ എവിടെ പോയി വാഗ്ദത്തം എന്നാ ചിന്തിച്ച് ഭാരപ്പെടുന്നതായി. ആരോടും പറയുന്നില്ലെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ പലരും പലതും സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും ഉണ്ട് സാക്ഷ്യം, പക്ഷെ എനിക്ക് പറയാനൊക്കുന്നില്ല. അങ്ങനെയല്ല ചിന്തിക്കുന്നേ. ഉടനെ തന്നെ സാക്ഷ്യം വെളിപ്പെടാൻ പോകുക കേട്ടോ. പൗഷ രാജ ധീര ദലഹസേ. ദേശത്തിൽ നിന്നും ധീര ഹന്തല ചൂട ഓടിച്ചു കളയുവാൻ തക്കവണ പിശാചാവത് ശ്രമിച്ചു. എന്നാൽ ദൈവം വേര് നിർത്തിയാലുണ്ടല്ലോ ആർക്കും തൊടാൻ കഴിയത്തില്ല. ഇവർ എങ്ങനെയാ തഴച്ച് വളരുന്നതെന്ന് നോക്കി നിൽക്കുക ശത്രു. എങ്ങനെയാ ഇവര് തഴച്ച് കൊമ്പുകൾ വെട്ടിക്കളയുന്നു, ഇല നുള്ളി കളയുന്നു, പൂ പറിച്ച് കളയുന്നു, എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഇരട്ടിയായി വളരുന്നല്ലേ. കർത്താവ് പറയുന്ന ഒരു സ്പെഷ്യൽ ഫെർട്ടിലൈസർ വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വളം, ചെടിക്ക് ഒരു വളം എന്ന വണ്ണം സ്വർഗത്തിൽ നിന്ന് ഒരു അനുഗ്രഹം വരുന്നുണ്ട്. അതേ സ്വർഗത്തിൽ നിന്നൊരു സ്പെഷ്യൽ കൃപ വരുന്നുണ്ട്. കർത്താവിന്റെ ദാസിയുടെ മേല്. ഇനി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ ആ സാന്നിധ്യം മനസ്സിലാകും. പരിശുദ്ധാത്മാവ് യേശു സ്നാനപ്പെട്ടിട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ പ്രാവിത രൂപത്തിൽ യേശുവിൽ വന്ന് പതിഞ്ഞു. ആ സാന്നിധ്യം വിനുവാന്റി അനുഭവിച്ചറിയാൻ പോകുക. പരിശുദ്ധാത്മാവ് ദാനമായി തന്നിരിക്കുക. പക്ഷേ പ്രസൻസ് ഉണ്ടല്ലോ, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടല്ലോ, ആ സാന്നിധ്യം ഉണ്ടല്ലോ, ആയിരിക്കുന്ന മുറിക്കുള്ളിൽ സ്പഷ്ടമായി മാനുഷികമായി അനുഭവിച്ചറിയുന്ന സമയം കടന്നു വരുന്നു. ഈ അനുഭവം ഇവിടെ ഇരിക്കുന്ന ബാക്കി ആന്റിമാരോടും കൂടെ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങിക്കാൻ തയ്യാറാണോ? ഞാൻ ഇറങ്ങി വരും നിങ്ങളുടെ വീട്ടിനകത്ത്. ഈ അടുത്ത നാളുകളിൽ തന്നെ ഉണ്ടാന്നേ, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ പോവാ ദൈവം. ഇറ്റ്സ് എ സീസൺ ഓഫ് ചേഞ്ച്. മാറ്റത്തിന്റെ ഒരു സമയമായി. ആത്മീക നിലവാരം ഒന്ന് മാറ്റാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ജീവൽ താരക ശബ്ദലേ. കുറെ നാളുകൾ ചിലരോട് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. മൗനമായി ഇരിക്കേണ്ടി വന്ന ചില സ്ഥാനങ്ങളുണ്ട്. കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക കേട്ടോ. ദെബോരെ പോലെ എഴുന്നേൽക്കണം, പ്രവചിക്കണം. ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ നാവൊന്ന് വിട്ടുകൊടുക്കുക. ദൈവകാര്യങ്ങൾ കേൾക്കാം. നാവൊന്ന് വിട്ടുകൊടുക്ക. ഉള്ളിന്റെ ഉള്ളിൽ ആലോചനകൾ ദൈവാത്മാവ് നൽകിയിട്ടും അത് ഉറവയായി പൊട്ടിയിട്ടോ പുറത്ത് പ്രവചനമായി വെളിപ്പെട്ട് വരാൻ കഴിയാതെ വണ്ണം അടച്ചു വെക്കുന്ന അനുഭവമാ. തുറന്നു വിട. ഇന്ന് ഈ സന്ധ്യാസമയത്ത്, ഇന്ന് ഈ വൈകുന്നേരം
വായിക്കുക. മറിയ ബംഗാൾ ഭരണ എടുത്ത് തുറന്നപ്പോൾ അതിൽ നിന്നും പുറപ്പെട്ട ആ സൗരഭ്യവാസനയുണ്ടല്ലോ, ആ സുഗന്ധം നിങ്ങളായിരിക്കുന്ന ദേശത്തെ നിറയ്ക്കും. കർത്താവ് തന്നിരിക്കുന്ന കൃപയുണ്ടല്ലോ, അത് ജ്വലിക്കാൻ പോകുകയോ. വെറുതെ അല്ല ദൈവം കൃപ തന്നത്. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ഗാലക്സി എന്ന ഡിവൈസിലെ സിസ്റ്ററിന്റെ പേര് എനിക്കറിയില്ല. സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പറയുക, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്. കർത്താവ് പറയുന്നു, മകളെ ജ്വലിക്കാനാ ഞാൻ നിന്നെ ഏൽപ്പിച്ച കൃപ. ദുരാബാല വംശേ ജ്വലിക്കാനോ. ഒരു അതിരിനുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന തലം ഇതിലപ്പുറത്താ. പുറത്ത് ഫലം കഴിക്കാനാ കണ്ടിരിക്കുന്ന, പുറത്ത് ഫലം കഴിക്കാന്. പോയി ഫലം കഴിക്കുക. ശരകലഹസ്ഥീര. അതെ, ഫലം കഴിക്കാൻ ചില സ്ഥാനത്തേക്ക് അയക്കും കേട്ടോ, ചിലരെ കൂട്ടി മുട്ടിക്കും കേട്ടോ. ഫിലിപ്പോസ് നിർജ്ജന പ്രദേശത്തേക്ക് പരിശുദ്ധാത്മാവ് നയിച്ചത്. ഫിലിപ്പോസിനെ അറിയത്തില്ല എന്തിനാണെന്ന്. ദേശത്ത് ശുശ്രൂഷം ചെയ്തുകൊണ്ട് നടന്നയാളാ. പെട്ടെന്ന് ഒരു വിളി കർത്താവിന്റെ, അങ്ങോട്ട് പോ. ഓ ബാല ജൂഡാലേ, എന്തിനാ കർത്താവെന്ന് ചോദിക്കാതെ പുറപ്പെട്ടതുപോലെ സോദരി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് കർത്താവ് പറയുന്ന ദിശയിലേക്ക് ദൃഷ്ടി വെച്ചുകൊണ്ട് ഒരു പുറപ്പാടിനായി ഒരുങ്ങി നിൽക്ക. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ വഴി വെച്ച് യാദൃശ്യമായിട്ടല്ല കൂട്ടിമുട്ടിയത്. ചിലർ വരുന്നുണ്ട് രഥത്തിൽ കേട്ടോ. നിരബല വൈടക രഗന സിസ്റ്ററെ, കർത്താവ് പറയുക, ചിലരെ ഞാൻ കൊണ്ടുവരാൻ പോകുകയെന്നെ അടുത്തേക്കാം. ചിലരെ ഞാൻ കൊണ്ടുവരൂ. എനിക്ക് പറയാനൊന്നും അറിയത്തില്ല കർത്താവെ. കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറഞ്ഞതല്ലേ, ഞാൻ എന്താ പറയാൻ. സിസ്റ്ററിന്റെ പേരെന്താ? സിസ്റ്ററിന്റെ ഡിവൈസിലെ പേര് കാണുന്നില്ല. സിസ്റ്ററിന്റെ പേരെന്താ? ഓമന. ഓമന. ഓമന സിസ്റ്ററെ, കർത്താവ് ശക്തമായിട്ട് പറയുന്ന ഒരു ദൂത്, കർത്താവ് എനിക്ക് പറയാൻ അറിയത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, മകളെ നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. നിറച്ചിരിക്കുവാണെന്ന് ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ വായില് അറബലഭക്ഷന്തരെ വാ കൊണ്ട് പറയാൻ ഒക്കുന്നില്ല അല്ലേ? ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, യെസ്, കർത്താവ് എല്ലാവരോടും പറയുക അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലേ? അതേ, ദൈവാത്മാവ് വെമ്പ് കേട്ടോ. കർത്താവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ അങ്ങ് എക്സൈറ്റഡ് നിൽക്കുക. സമർപ്പിച്ചു കൊടുത്താൽ മതിയെന്നേ. ഓമന സിസ്റ്ററെ, വായ അങ്ങ് വിസ്താരത്തിൽ തുറക്കണം, കർത്താവ് നിറയ്ക്കും കേട്ടോ. സമയം മുന്നോട്ട് കടന്നുപോയി, വചനത്തിലേക്ക് കടന്നിട്ടില്ല. പെട്ടെന്ന് നമുക്കൊരു വചനം വായിക്കാം. യെശയ്യാവ് 62:4. യെശയ്യാവ് 62:4. ഇനി നീ അസൂബ തെക്ത എന്ന് വിളിക്കയില്ല. നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ഷെമാമ ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെപ്സിബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂര വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ആമേൻ. ഈ വചനത്തിൽ കൈവച്ച്, അല്ലെങ്കിൽ ഈ വചനം, ഈ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഈ വചനം ഒന്ന് കേട്ടെ, ഒന്ന് ധ്യാനിച്ച്, വചനം തുറന്ന് കയ്യിൽ വെച്ചിരിക്കുന്നവരിൽ കൈ വെച്ചിട്ട്, ഇത് എന്റെ അകത്താവ്, എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഒന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാമോ? കർത്താവ് പറയുക, ഞാൻ അതിന്റെ മേൽ പ്രവർത്തിക്കാൻ പോവുക. ഈ വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ പോകുകയാണ് കേട്ടോ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാ. നമ്മൾ ഏറ്റെടുക്കുമ്പോഴത്തേനും ആ വചനം പവർഫുൾ ആയിട്ട്, ആ വചനം ജീവനും ചൈതന്യമുള്ള വചനമാ. അത് നമ്മളിൽ പ്രവർത്തിക്കും കേട്ടോ. ഓ ഹന്തരേ, ഇന്ന് ഈ സമയത്ത് കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുക.
പുതിയൊരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കേണ്ടവനാ. പുതിയൊരു അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ചിലത് പ്രവർത്തിക്കും. ഈ ഒരൊറ്റ വചനം സ്റ്റാർട്ടിങ് പോയിന്റ് ആയത്. ഈ വചനത്തിലൂടെ ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുക, നമ്മുടെ സ്ഥിതി മാറ്റാൻ പോകുക കേട്ടോ. അസൂബ എന്നും നിന്നെ ഇനി ക്ഷമാമ എന്നും വിളിക്കത്തില്ല. അസൂബ ആരാ? ത്വറ്റയാകട്ടോ, തള്ളപ്പെട്ടവളാ, തള്ളപ്പെട്ടവള്. ദേശത്തിന്റെ അവസ്ഥ പോലും ക്ഷമാമയാ, ശൂന്യമാ. കർത്താവ് പറയുന്നു, പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിമേല പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചത്. ആണോ? ആണോ? പാഴും ശൂന്യമായി കിടന്ന ഭൂമിമേൽ തന്നെയാ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചത്. അത് അങ്ങ് വിട്ടേക്കാൻ പറ്റുന്നല്ലോ. നോ, കർത്താവിന്റെ സൃഷ്ടിയാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, കർത്താവ് തന്റെ ജനത്തോട് ഒരു വാഗ്ദത്തം കൊണ്ട് തരികയാണ്. ഞാൻ ശൂന്യ, ഞാൻ തക്തയാന്ന് പറയുന്ന ദൈവമക്കളെ, വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഹൃദയം കൊണ്ട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സന്നി നിലവിളി എത്തിയിരിക്കുക കേട്ടോ. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക, എന്റെ ആത്മാവ് നിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്തിനാ? വെറുതെ വിടത്തില്ല, വെറുതെ വിടത്തില്ല, വെറുതെ വിടത്തില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ തികച്ചെടുത്തിരിക്കും. ജനം കാണണം. കർത്താവ് വീണ്ടും വീണ്ടും ഈ കാര്യം തന്നെ എടുത്തെടുത്ത് പറയാനുള്ള കാര്യം. ഇന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ സഹിച്ചു മടുത്തു എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. ഞാൻ സഹിച്ചു മടുത്തു എന്റെ ജനത്തിന് വിരോധമായി ഉയരുന്ന നിന്ന കേട്ട്. ഞാൻ കേട്ടു. ഒന്ന് ആത്മാവിലൊന്ന് ആ ഒരു അനുഭവത്തെ ഒന്ന് ചിന്തിക്കാമോ? ദൈവം മോശയോട് പറയുന്നു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. കേട്ടു കേട്ടു എടുത്തെടുത്ത് പറയുക, കേട്ടു. ആ മനോഭാവം ഒരു മനുഷ്യനെ പറഞ്ഞിരുന്നെങ്കിൽ ആ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്ക്. കഷ്ടത കണ്ടു കണ്ടു അൽപാരാഭാഷിക അതേ മനോഭാവത്തോടെ ഇന്ന് ഈ വൈകുന്നേരം കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു, ഞാൻ നിങ്ങളുടെ നിലവിളി കേട്ടു. ഹൃദയം വിങ്ങി വിങ്ങി. രാത്രിയാമങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ആത്മാവ് ആക്റ്റീവാണ്. അതറിയാമോ? നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ചിലർ കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല. ചില ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകൽ ഉള്ളതായ നൊമ്പര ഹൃദയം രാത്രിയിലെ ദൈവസന്നിധിയിൽ പകരും. കർത്താവ് പറയുക, അതിനൊരു അതിര് വെക്കുക, അതിനൊരു അതിര് വെച്ചിരിക്കുക. ഇനി ഇതിന് അധിക കാലം മുൻപോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് കർത്താവ് ദൈവമക്കളെ പറയുന്നത്, ഞാനല്ല. ഇതൊന്നും ഞാൻ പറയാനിരുന്നതല്ല. കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങളുടെ ഒന്നും വ്യക്തിപരമായ അനുഭവം എനിക്ക് അറിഞ്ഞുകൂടാ, കർത്താവിനറിയാം. കർത്താവ് കണ്ടുകൊണ്ട് ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയ ദൈവമക്കളെ. ഈ വചനം ജീവനും ചൈതന്യമുള്ളത് തന്നെയാ. ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാ കേട്ടോ. നമ്മളുടെ ഉള്ളിൽ ചില ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാ. ഈ വചനം ഹൃദയത്തിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മളത് ഏറ്റെടുക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത് പോലെ ഇരിക്കും. അകത്ത് ചെന്ന് ചില ക്രിയകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഗ്രഹിക്കുന്നില്ല മാത്രം. വരും ദിവസങ്ങളിൽ അതെ പൂർണ്ണമായി പൂർണ്ണ ശക്തിയോടെ അത് പ്രവൃത്തിയായി വെളിപ്പെടും. സൂസൻ ഷാജി എന്ന ഡിവൈസിൽ ഞാൻ ചെയ്യും. കർത്താവ് പറയുകയാ, നിന്നോടുള്ള ഞാൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള വിഷയങ്ങളെ ദർശനം ഓടുകയാ കേട്ടോ. ഓടുകയാ. സമയം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുക. വാഗ്ദത്തം അതുപോലെ അതിനൊപ്പം ഓടിക്കൊണ്ടിരിക്കുക. റൂജാല റുദാന ഗസ്തിര അത് പൂർണ്ണതയിലെത്തിക്കുന്ന നാൾ വരെയും മൗനമായി ഇരിക്കരുത്. എന്ന സന്നിധിയിൽ ഇടിവിൽ നിന്നുകൊള്ളുക. ചിലർക്ക് വേണ്ടി പ്രത്യേക ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ കർത്താവ്
ലോത്തിനെ അബ്രഹാം നിമിത്തം വിടുവിച്ചെടുത്തതുപോലെ യുദ്ധം ചെയ്യാനുണ്ട് കേട്ടോ. ചിലർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുണ്ട്. ചില പിന്മാറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? കർത്താവ് പറയുന്നു, ഞാൻ അവരെ ചേവയ്ക്ക് പിടിച്ചു കൊണ്ടുവരും കേട്ടോ. ഞാൻ അവരെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. ഞാൻ ശബ്ദനെ അബ്രഹാം യുദ്ധത്തിന് പോയതുപോലെ അനുഭവങ്ങളെ, ലോത്തിനെ അനുഭവങ്ങളെ ഒന്നും നോക്കാതെ, ലോത്ത് പിരിഞ്ഞു പോയതൊന്നും നോക്കാതെ യുദ്ധത്തിന് പോയതുപോലെ ഇടയിൽ നിൽക്കാമോ? ഇന്റർസീഡ് ചെയ്യാമോ? യുദ്ധം ഇത് റികാലക ശബ്ദന ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മാറിയിരിക്കാനുള്ള ഒരു മേഖലയാ. പക്ഷേ കർത്താവ് പറയുന്നു, യുദ്ധം ചെയ്യാമോ? ഞാൻ ചിലരെ മടക്കി വരുത്താനുണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം തന്നെയാ മാറി നിൽക്കുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ അവരെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നു. ദാസിയെ, നീ പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ ചിലരെ നിന്റെ അടുക്കൽ കൊണ്ടുവരാം. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മാറിക്കളഞ്ഞവരുണ്ടോ? ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മാറിയവരുണ്ടോ? കർത്താവ് മടക്കി വരുത്തും കേട്ടോ. ഒരു പാത്രത്തിൽ കഴിച്ചിട്ട് ഒരു പാത്രത്തിൽ കഴിക്കുന്നവരെ പോലെ ഒന്നിച്ചു നിന്നിട്ട് മാറി നിൽക്കുന്നവരുണ്ടോ? കർത്താവ് പറയുക, ഞാൻ മടക്കി വരുത്തുവാനുള്ള സമയം അടുത്തിരിക്കുകയാ. ദൈവമക്കളെ, ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല മെസ്സേജ് പോകുന്നത്. എന്റെ കർത്താവ് ശക്തമായി ഇന്ന് ഈ സന്ധ്യാസമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതേ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളോട് കർത്താവ് ഇപ്പോൾ പറഞ്ഞത് എന്താണ്? നീ അസൂബയല്ല, നീ ഷമാമയല്ല, പിന്നെ എന്തുവാ നിന്റെ പേര്? നിന്റെ പേരാണ് ഹെപ്സിബ. സന്തോഷിക്കാൻ കഴിയുമോ ദൈവമക്കളെ? സന്തോഷിക്കാൻ കഴിയുമോ? ഇതാരാ പറയുന്ന? രാജാതി രാജാവാ, പ്രപഞ്ചത്തിന് സൃഷ്ടാവ് നമ്മളോട് വ്യക്തിപരമായി പറയുക, നീ എനിക്ക് ഇഷ്ടയാണെന്ന്. ഞാൻ നിന്റെ പേര് മാറ്റിയെന്ന്. നീ എനിക്ക് ഇഷ്ടയാ. നീ എനിക്ക് ഇഷ്ടയായതിനാൽ നിന്റെ ദേശത്തിന്റെ പേരെന്താ? അവിടെ ഹസ്തിര ക്ഷമാമയല്ല, പിന്നെയോ ബെയൂലയാ. മാരീഡാണെന്ന്, നിനക്ക് ഉടമസ്ഥനുണ്ടെന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിക്കരുത്. കർത്താവ് ഈ സന്ധ്യാസമയത്ത് ശത്രുവിനോട് പറയുക, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിക്കരുത്. എന്റെ ജനം എന്റെ വകയാ. ഞാൻ മൈ പ്രോപ്പർട്ടി. ഹല്ലേലൂയ. മൗഡാരകസ്തുവിനെ എത്ര കേട്ടതാന്ന് പറഞ്ഞ് മൗനമായി ഇരിക്കരുത് കേട്ടോ. നമ്മളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുക. നമ്മളുടെ പേര് ദൈവം സ്വർഗത്തിൽ എഴുതിയിരിക്കുകയാ. ഇന്ന് ഉടമ്പടി കർത്താവ് ഒന്ന് ഉറപ്പിക്കുന്നു. അഗ്രിമെന്റ് പുതുക്കിയ കേട്ടോ. നീ എനിക്കുള്ളവളാ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും കർത്താവ് വ്യക്തിപരമായി പേരെടുത്ത് പറയുന്നു, നീ എനിക്കുള്ളവളാ, നീ എന്റെ വകയാ. പ്രത്യേക കാര്യം നമ്മളോട് കർത്താവ് പറയുന്നത്, നീ എനിക്ക് ഇഷ്ടയായതിനാൽ, നീ ഹെപ്സിബയായതിനാൽ നിന്റെ ദേശം ഇനി ബയൂല എന്ന് വിളിക്കപ്പെടും. എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ അനുഭവം ദൈവം മാറ്റുമ്പോൾ തന്നെ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരികയാ. ഓണർഷിപ്പ് കർത്താവ് കയ്യിലങ്ങ് എടുക്കുന്നു. നമ്മളെ ദൈവം കയ്യിലെടുക്കുമ്പോൾ നമ്മൾക്കുള്ളതിനെ ദൈവം കയ്യിലെടുക്കുക. സന്തോഷിക്കാമോ? നമ്മൾക്കുള്ളതിന്റെ ദൈവം അവകാശം പറഞ്ഞ്, മാരീഡാണെന്ന് പറഞ്ഞ്, അത് എന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. നിരബാല ജുഡനഹസി. അബ്രഹാമിനെ ഒറ്റ വ്യക്തിയോട് ചെയ്ത ഉടമ്പടിയിൽ തുടങ്ങിയതാ ഇസ്രായേലിനോടുള്ള മൊത്ത ഉടമ്പടി. അബ്രഹാമിനെ ഒറ്റ വ്യക്തിയോട് ചെയ്ത തലമുറകളെ കുറിച്ച് ഉള്ളതായി ഉടമ്പടി നിമിത്തം ദൈവം തലമുറകളായി ജനറേഷൻസ് മാറി വന്നിട്ട് ഉടമ്പടി മാറ്റിയില്ല. ഇന്ന് കർത്താവ് നമ്മളോട് പറയുക, നമ്മൾ നിമിത്തം നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് വിടുതൽ വരാൻ പോകുക. നമ്മൾ നിമിത്തം നമ്മുടെ ജനത്തിന് വിടുതൽ വരാൻ പോകുക. ജാതികൾ കാണും ദൈവമക്കളെ. കർത്താവ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ജാതികളുടെ മുന്നിൽ നിന്ന വിഷയം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് കർത്താവ് പറയുക, ജനം നോക്കി നിൽക്കുകയാ. എന്റെ ജനം
എന്ത് ഉത്തരം പറയണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നു. കർത്താവ് പറയുന്നു, ഞാൻ അതിന് പരിഹാരം ഒരുക്കാൻ പോകുക. കാരണം എന്റെ നാമ നിമിത്തമായി എന്റെ ജനം കഷ്ടം അനുഭവിക്കുന്നത്. ഏലിയാവേ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. അവൻ തീ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ച എന്തിനാ? ദൈവം ആരാണെന്ന് ഈ ജാതികൾക്ക് കാണിച്ചു കൊടുക്കണം. അതാ ആ ഏലിയാവിന് അത് വാശിയായി. ദൈവം തീ ഇറക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തുക മാത്രമല്ല, അവിടെ ദൈവനാമം മഹത്വപ്പെട്ടവരെ കർത്താവിനൊരാഗ്രഹം, എന്റെ ദാസൻ നിലവിളിക്കുന്ന വിഷയത്തിൽ ഞാൻ ഉത്തരമല്ലണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് വില കൊടുക്കാനും തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ജാതികളുടെ മുൻപിൽ കർത്താവ് ആരാണെന്ന് തെളിയിച്ചെടുക്കും. മാത്രമല്ല, ജാതികളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അവരിൽ ചിലരെ നമ്മുടെ മുൻപില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ചിലരെ കൊണ്ടുവരും കേട്ടോ. ദീപ്തി ആന്റി, ചിലരെ ദൈവം കൊണ്ടുവരും കേട്ടോ, മുന്നിൽ കൊണ്ടുവരും കേട്ടോ. സമുദായത്തിലുള്ള ജാതികളിലുള്ള ചിലരെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ റബല ചുടമനഗസി അവർ രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല. എങ്ങനെയാ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഭാരപ്പെടുന്ന ചിലരെ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണെന്ന്. ചിലരെ കയ്യിലേൽപ്പിച്ചിരിക്കുക കർത്താവ്. ചിലരുടെ മാനസാന്തരം കാണും കേട്ടോ. വർഷങ്ങൾ കൊണ്ട് കെട്ടുകൊട്ടാതെ ബന്ധനത്തിലായിരിക്കുന്ന ചില ജാതികൾ തന്നെ കർത്താവ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഈ വാക പറയുന്ന ജാതികൾ അന്ധകാര പൈശാചിക പോരിനാൽ ബന്ധിക്കപ്പെട്ടവർ തലമുറകൾ കൊണ്ട് ശാപത്തിൻ കീഴിലായവർ ശാപം തകർന്ന് ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടി ദൈവ സ്നേഹത്തിലേക്കോ ഈ നിത്യജീവന്റെ വെളിച്ചത്തിലേക്കും കടന്നു വരുവാൻ കർത്താവ് ചിലരെ നിയമിച്ചിട്ടുണ്ട്. അവരോടുള്ള സമീപനം, അവരെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. ആ ഭവനത്തിലേക്ക് കടന്നു വരും. ചില ഫോൺ കോൾസ് ഒക്കെ വരും. തടുത്ത് കളയരുത്. വാതിൽ തുറന്നിടണം. ചിലരെ കർത്താവ് ഭവനത്തിലേക്ക് കൊണ്ടുവരും. ഇത് കർത്താവിന്റെ അരുളപ്പാടാ. വേഗത്തിൽ നമുക്ക് വചനത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ പെട്ടെന്ന് സമയം പോകുന്നു. റിഗന ഹസ്തന. അടുത്തത് സെഫന്യ 3:17 വാക്യം ഒന്ന് വായിക്കാം. ഒറ്റ കാര്യം ചൂണ്ടിക്കാണിട്ട് മുന്നോട്ട് പോകട്ടെ. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിൽ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. മതി, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. കർത്താവ് പറയുന്നു, നീ എനിക്ക് ഇഷ്ടയാ. ദൈവമക്കളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. എനിക്ക് തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുണ്ട്. ദൈവത്തിന്റെ ശബ്ദം മുഴകുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വചനം ഉറക്കെ പറയുവാൻ തക്കവണ്ണം കർത്താവ് ബലം തരേണ്ടവരെ പ്രാർത്ഥിച്ചു കൊള്ളുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. Victory in the name of Jesus. Victory in the blood of Jesus. ദൈവമക്കളെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, നീ എനിക്ക് ഇഷ്ടയായതിനാൽ ഞാൻ നിന്റെ ദേശത്തെ, നിന്റെ അവസ്ഥയെ ഞാൻ അവകാശപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ദൈവമക്കളെ, ഇതല്ലേ നമുക്ക് ആവശ്യം. നമ്മുടെ കർത്താവ് നമ്മളിൽ സന്തോഷിക്കുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് വേറെ എന്താ വേണ്ടത്? ധൈര്യത്തോടെ പറ, മൈ ഗോഡ് ഡിലൈറ്റ്സ് ഇൻ മീ. സുനിയന്റെ ദൈവത്തോട് പറ, എന്റെ ദൈവം എന്നിൽ സന്തോഷിക്കുന്നു. ബാക്കി ആർക്കും എന്നിൽ സന്തോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. ഈ വാക്ക് പറയുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. ചില സിറ്റുവേഷൻസിന് ഉള്ളിൽ ദൈവത്തിന്റെ ദാസി ഭാരപ്പെടുന്ന കർത്താവ് കാണുകയാ. ജിനക ശബ്ദന ദിഗാല ഘടകേ റുഖാന ദുരബല ഭവിഷ്യരഗസ്യ. യെസ്,
സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാം. കർത്താവ് പറയുന്നു, ഞാൻ ആ സിറ്റുവേഷനെ കയ്യിലെടുക്കാൻ പോവാ കേട്ടോ. എന്നിട്ട് കർത്താവ് പ്രൂവ് ചെയ്യും. സുനി സിസ്റ്ററിന് മേൽ കർത്താവ് പ്രസാദിക്കുന്നു എന്ന ഒരു പ്രൂഫ് തരാൻ പോവാ. പ്രാക്ടിക്കൽ പ്രൂഫ്. ഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലെ? പ്രാക്ടിക്കൽ പ്രൂഫ് വരുന്നുണ്ട്. ദൈവം സന്തോഷിച്ചു എന്നുള്ള ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ദൈവം സന്തോഷിച്ചു എന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അടയാളം വരുന്നുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. യെശയ്യാവ് 43-1 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ 43-1 വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇവിടെയും പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെയാ. വചനത്തിലൂടെ തീരെ നോക്കിയാൽ, നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ, ഈ ഒരു വാക്യമുണ്ടല്ലോ, പ്രൂവായി ഓരോ പുസ്തകത്തിലും നമ്മൾ ദൈവത്തിന്റെ വകയാണെന്ന് പ്രൂവ് ചെയ്യുക. ഇവൻ ആ ഒരു പുസ്തകമുണ്ടല്ലോ, എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്ന പദമില്ല. എന്നാലും അവിടെ യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് കാണിക്കുന്നത് എന്താ? നമ്മളെ ദൈവം വീണ്ടെടുത്തെന്ന്. ആമേൻ. കർത്താവ് അണ്ടർലൈൻ ചെയ്ത് പറയുക, നീ എനിക്കുള്ളവളാ. ഹല്ലേലൂയാ. നീ എനിക്കുള്ളവൾ തന്നെയാ. പക്ഷെ അതിന് അടുത്ത വാക്യത്തില് ഒരു കാര്യമുണ്ട്, എന്തോ വിരോധാഭാസമാണ് നമുക്ക് വായിച്ചാൽ തോന്നും. അതിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേൻ. വിരോധാഭാസമാണോ? എത്ര പ്രാവശ്യം കേട്ടതാ, എത്ര പ്രാവശ്യം ധ്യാനിച്ചതാ, എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതാ. ഈ വാഗ്ദത്തം പ്രോമിസ് കയ്യിൽ പിടിച്ചോണ്ട് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചതാ. പുറബല വൈഡകർ ലിജി എന്നാണ് ഡിവൻസ്ലി ആൻറ്റി. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇനി സൗണ്ട് കേൾക്കാമോ? യെസ്. റൂബാല ഭവിഷ്യന്തലേ ജൂഡമാന സ്ഥിര. കർത്താവ് പറയുന്നു, എത്ര പ്രാവശ്യം ഇത് എന്റെ ദാസി എത്ര പ്രാവശ്യം ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ റെക്കോർഡിലുണ്ട് കേട്ടോ. കർത്താവ് പറയുക, വിരോധാഭാസമായി തോന്നുന്നതായി അനുഭവത്തിലൂടെ ഞാൻ നിന്നെ കടന്നു പോകുവാൻ അനുവദിച്ചു തരുന്നതേ ഞാൻ ആരാണെന്ന് തെളിയിക്കാനാണെന്ന്. കർത്താവ് പറയുന്നു, ദൈവം ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകുന്നത്. അവിടെ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവ നിന്റെ മീതെ കവിഞ്ഞു പോകയില്ല. വെള്ളത്തിൽ കൂടി നീ നടന്നാലും, നീ കടന്നു പോയാലും ഞാൻ അവിടെ ഉണ്ടെന്നേ. നിന്നോട് കൂടെയിരിക്കും. യെസ്, ഞാൻ അവിടെ ഉണ്ട്, നിന്റെ കൂടെയുണ്ട്. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, പോകത്തില്ല, കവിയത്തില്ല. വെള്ളം നിന്റെ തലയ്ക്ക് മീതെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആമേൻ. നമ്മൾ അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ കൂടി കിടക്കുന്നില്ല, പക്ഷേ വെള്ളം തലയ്ക്ക് മീതെ കവിഞ്ഞു പോയി എന്നുള്ള അനുഭവത്തിലൂടെ പോയിട്ടുണ്ടോ ദൈവമക്കളെ? നീ പോയിട്ടില്ലേ? കർത്താവ് പറയുക, അവിടെ ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ. ദൈവമക്കളെ, അഗ്നിജ്വാലയിൽ നിൽക്കേണ്ടി വന്നാൽ അഗ്നിജ്വാല നമ്മളെ ദഹിപ്പിച്ചു കളയാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്താണെന്നറിയാമോ? അതിനപ്പുറത്ത് എന്തോടെന്ന് കർത്താവിനറിയാം. വില കൊടുത്തതാകട്ടോ. ഈ വാക്കും പരിശുദ്ധാത്മാവിനോട് പറയുക, അത് എടുത്തു പറ. വില കൊടുത്തവനറിയാം, വില കൊടുത്തവനറിയാം എങ്ങനെ നമ്മളെ വിടുവിക്കണമെന്ന്. വിട്ടുകൊടുക്കത്തില്ല ശത്രുവിന്റെ കയ്യില്. ഏത് അർഭയ അവകാശം പറയുന്നത്? നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അവകാശത്തിന് മേല് നമ്മൾക്കൊരു അവകാശം ദൈവം വെച്ചിട്ടുണ്ട്. ഏത് അർഭയ അതിന്റെ മേൽ കുടിയേറി പാർക്കുന്നത്? ഇന്ന് സന്ധ്യാസമയത്ത് അതിനൊരു വിരാമം കുറിക്കുക കേട്ടോ. ചില അവകാശങ്ങളുടെ മേല് നമ്മൾക്ക് ദൈവം കരുതിയിരിക്കുന്ന ചില അവകാശങ്ങളുടെ മേല് പിശാചായവൻ കുടിയേറി പാർക്കുന്നവനാൻ വാടകോരി നീ വിട്ടു നൽകത്തില്ല എന്ന് പറഞ്ഞു ചില വർഷങ്ങൾ കൊണ്ട് പറയുന്നതായ അനുഭവം.
കർത്താവ് പറയുക, ഞാൻ അതിനെ ഇന്നൊരു അതിര് വെക്കുകയാ കേട്ടോ. യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുവാനുള്ള കെൽപ്പും കൽപ്പിക്കുകയാ. വിടുവിച്ചെടുക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാ. മേരി റോബർട്ടിന്റെ ഡിവൈസിലെ ആന്റി താമസിക്കാതെ ചില ആത്മീക അവകാശങ്ങൾ ദൈവം തരും. ഒതുങ്ങിപ്പോയ ഒരു മേഖലയുണ്ട്, ദൈവം പുറത്ത് കൊണ്ടുവരും. കർത്താവിനോട് പറയുന്നു, യോസഫിന്റെ സഹോദരങ്ങൾ തന്നെയാ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്. അവന്റെ ദർശനം അവിടെ നിന്നോ? കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് ചോദിക്കുക, അവരുടെ ദർശനം അവിടെ നിന്ന് പോയോ? യെസ്. റബാലചുടമനക ദൈവദാസിയെ, ദർശനം മിസ്രൈമിലാ കിടക്കുന്നത്. വാഗ്ദത്തം നിവർത്തി മിസ്രൈമിലാ കിടക്കുന്നത്, അന്യദേശത്ത്. കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ എനിക്കറിയില്ല, പക്ഷെ കർത്താവ് അറിയുന്നു. അന്യദേശത്ത് അധികാരം നൽകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നും കൂടെ കർത്താവ് ചേർത്ത് പറയുന്നു. വിശ്വസിക്കണം കേട്ടോ. പൊട്ടക്കുഴി അവസാനമല്ല, അവിടെ ഒതുങ്ങി പോകത്തില്ല. അത് പൊട്ടക്കുഴി അവസാനമല്ലെന്ന് കർത്താവിന്റെ ദാസിക്ക് നന്നായിട്ട് അറിയാം. നീ കലാജുടന പൊട്ടക്കിണർ അവസാനമല്ലെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിൽ നിന്നും എന്നെ കയറ്റുവാൻ ആരുമില്ല. കർത്താവ് ഇറങ്ങി വരും കേട്ടോ. വഴി കർത്താവാ ഒരുക്കുന്നത്. ഇതിനോട് ചേർത്ത് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, ആന്റിമാരെ, അടയപ്പെട്ട വഴി തുറക്കുവാൻ കർത്താവ് ഇന്ന് ഈ സന്ധ്യാസമയത്ത്, ഈ രാത്രിയോട് അടുക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ ഇറങ്ങി വന്നിരിക്കുക. വാതിലുകൾ, തുറക്കപ്പെട്ട വാതിലുകൾ തന്നെ കൊട്ടിയടയ്ക്കുന്ന പൈശാചിക പോരുകളെ അതിന്റെ മേൽ ജയം കൽപ്പിച്ചുകൊണ്ട് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ ദൂതൻ 1-ാം കാവൽ കടന്ന് 2-ാം കാവൽ കടന്ന് അവിടെ ഇട്ടേച്ചു പോയില്ല കേട്ടോ. ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് എഴുതി വെച്ചോ. ഇരുമ്പ് വാതിൽ ദൈവത്തിന്റെ ദൂതൻ തൊടേണ്ട ആവശ്യമില്ല. സ്വതവേ തുറന്ന് ഇത് എഴുതി വെച്ചോ. ദൈവമക്കളെ എഴുതി വെച്ചോ. സ്വതവേ തുറക്കുന്ന വാതിലുണ്ട്, അതും ഇരുമ്പ് വാതിൽ. അത് സിറ്റി ഗേറ്റ് ആണ്. സിറ്റി ഗേറ്റിന്റെ വലുപ്പം അറിയാലോ അല്ലേ? വേണമെങ്കിൽ അതിന് ചുറ്റി നിൽക്കുന്നതായി മതില് പോലും ദൈവം ഇടിച്ചു കളയും. കർത്താവ് ഇടിച്ചു കളയും. മതിലിടിച്ച് ഗേറ്റ് തകർത്ത് തകർക്കുന്ന രാജരാജൻ നമ്മുടെ മുന്നിൽ പുറപ്പെട്ടിരിക്കുന്നു. പുറപ്പെടുമെന്നല്ല, പുറപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് വിരോധമായി നിൽക്കുന്നതായ മതിലും കോട്ടമതിലല്ലേ, ഭദ്രമായി അടച്ചു സൂക്ഷിക്കുന്ന മതിലല്ലേ, ഭാരപ്പെടേണ്ടതേ. ദൈവം ഇന്ന് തന്നെ ദൂതനെ അയച്ചിരിക്കുകയാണെന്നേ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ. ആരംഭത്തിലെ കർത്താവ് പറഞ്ഞല്ലോ, ഇന്നത്തെ പോലെയല്ല. ഇന്ന് ആദ്യത്തെ വചനം കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുക. ദൈവം തന്റെ ദൂതനെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചിരിക്കുക കേട്ടോ. വഴി തുറക്കാന്. മതിൽ തകർക്കും, ഗേറ്റ് തകർക്കും. ഗേറ്റ് അങ്ങ് തുറക്കും കേട്ടോ. സിറ്റി ഗേറ്റ് തുറക്കാൻ പോവാ. എന്നിട്ടും വിട്ടില്ല. ദൈവത്തിന്റെ ദൂതനെ അവിടെ നിന്നില്ല. എന്നാ പത്രോസേ, ഇതിന്റെ തടസ്സങ്ങളെല്ലാം മാറിയല്ലോ, നീ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു പോയില്ല കേട്ടോ. അവനെ പുറത്തു കൊണ്ടുവന്ന് അതേ ഗേറ്റ് കടക്കുവോളം കർത്താവ് ഇന്ന് രാത്രി കാലം പറയുന്നു, ഗേറ്റ് തൊട്ടടുത്ത് ഗേറ്റ് തുറന്നിട്ടും പകച്ചു നിൽക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്.
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാതിൽ തുറന്ന കാണുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, ദൂതന്റെ പിന്നാലെ അങ്ങ് പോക്കോ. കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി കർത്താവ് പറയുക, എന്റെ ആത്മാവ് നയിച്ചോണ്ട് പോകുമെന്നേ. കണ്ണടച്ചങ്ങ് പോക്കോ. സ്വപ്നം കാണുന്നവരെ പോലെ, സ്വപ്നം കാണുന്നവരെ പോലെ, സ്വപ്നം കാണുന്നവരെ പോലെ. ആനിയന്റി, സ്വപ്നം കാണുന്നവളെ പോലെ പോകന്നെയാ. ദൈവം പറയുക, സ്വപ്നം കാണുന്നവളെ പോലെ അങ്ങ് പോക്കോ. ഓ, വലിയൊരു സാക്ഷ്യത്തിന്റെ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ശക്തമായൊരു സാക്ഷ്യം. റൂദാന ശാന്തലി ജിവലഗസ്തീര സൂസൻ രഞ്ജിത്ത് എന്ന ഡിവൈസിലെ സിസ്റ്റർ, അങ്ങനെയാണോ പേര്? സൂസൻ രഞ്ജിത്ത് അല്ലേ? ചിലർ ഈ സാക്ഷ്യത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ചില സാക്ഷ്യങ്ങളുണ്ട്. ശക്തമായ ഒരു വിടുതലിന്റെ സാക്ഷ്യം പുറപ്പെടാൻ പോകുക. ഒരു സെല്ലിനകത്തിട്ട് അടച്ചു വെച്ചതുപോലെയുള്ള സിറ്റുവേഷൻ ദൈവം പുറപ്പെടുവിച്ച് അതേരായിടരക ശബ്ദനേ ദികലക പൗഡിരികസ്തന. ഓ, ഹെറോവിന്റെ സൈനികളുടെ മൂക്കിന് ഇടതുനിന്ന് ഇറങ്ങാൻ പോവാ കേട്ടോ. ശത്രു കാൺകെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി മേശ ഒരുക്കും. സൂസൻ രഞ്ജിത്ത് സിസ്റ്ററിനോട് പറയുന്നേ, ശത്രു കാൺകെ ഞാൻ നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കാൻ പോവാ. വിശ്വസിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസങ്ങൾ എന്റെ ശബ്ദം നീ കേൾക്കും. ഞാൻ പ്രവർത്തിക്കുന്ന വഴി ഞാൻ നിനക്ക് വെളിപ്പാടിലൂടെ കാണിച്ചു തരും. അതെ ദൈവമക്കളെ, പത്രോസ് ആ സിറ്റി വാളിന് പുറത്തിറങ്ങി. പിന്നത്തേതിൽ ദൂതൻ അവനെ വിട്ടു പോയപ്പോഴാ മനസ്സിലായത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന്. സുജാ സിസ്റ്ററെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വപ്നമെന്ന വണ്ണം സ്വപ്നമാണെന്ന് തോന്നുന്നതായ ഞങ്ങൾ എങ്ങനെയാ ഇവിടെ വന്നേന്ന് ചിന്തിക്കുന്നതായ ഒരു അനുഭവം കടന്നു വരുന്നു കേട്ടോ. സ്വപ്നം കാണുന്നവരെ പോലെ, സ്വപ്നം കാണുന്ന പോലെ ഭവനമായിട്ട് ഒരു വിടുതലിലേക്കുള്ള ഒരു മൂവ്മെന്റാ ദൈവം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ദൈവം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് തുടങ്ങിയിരിക്കുകയാ കേട്ടോ. സിയോന്റെ പ്രവാസികൾ മടങ്ങി വന്നതുപോലെ റൂബാന ദീപാര വംശം തരി അതിരുകൾക്കപ്പുറം ഇപ്പോൾ ആയിരുന്നതായ അതേ കർത്താവ് പറയുന്നു, ഇപ്പോൾ ആയിരിക്കുന്നതെന്നല്ല, ദൈവം കാരണം മൂവ്മെന്റ് കർത്താവ് തുടങ്ങിയിരിക്കുക കേട്ടോ. ആ അതിരുകളെല്ലാം മറക്കും കേട്ടോ. മറക്കും ചില വിഷയം, ചില ഭാര്യങ്ങളെ മറക്കുന്ന ദൈവ പ്രവൃത്തിയാ. മറക്കും. തിരിഞ്ഞു നോക്കിയാൽ അതിന് സാക്ഷ്യമേ ആകത്തുള്ളൂ. കരയണ്ട കേട്ടോ, ഇനി കരയണ്ട. ഇനി സന്തോഷത്തിന്റെ നാളുകളാ. ഇനി ആനന്ദത്തിന് ഉല്ലാസത്തിന്റെ ജയത്തിന് ഘോഷമാ ഭവനത്തിൽ ഉയരാൻ ദൈവം ആഗ്രഹിക്കുന്നതാ. ഈ ദിവസങ്ങളിൽ തന്നെ അതെ, നീ കഷ്ടത മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. ഒഴുകിപ്പോയ വെള്ളത്തെ പിന്നെ ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ആർക്കും കൂട്ടിച്ചേർക്കാൻ കഴിയത്തില്ല. അതുപോലെ ഒതുക്കി വയ്ക്കാൻ നോക്കുന്ന പൈശാചിക പോരികളെ തകർത്തുകൊണ്ട് അതിനെ അതിര് മാറ്റി കർത്താവ് പറയുന്നു, ഇനി ഒഴുകാൻ പോകുന്നത് കുത്തൊഴുക്കായിട്ടാ കേട്ടോ. ദൈവാത്മാവ് പകർന്നിരിക്കുന്ന ആത്മശക്തി ഉണ്ടല്ലോ, അതിനെ ഒതുക്കി വെക്കരുത്. ആരാധിക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുമ്പോൾ ഒതുക്കി വെക്കരുത്, ഒതുങ്ങി പോകരുത്. ഒരു കാരണവശാലും ഒതുങ്ങി പോകരുത്. ദൈവമക്കളെ, ഈ നാളുകളിൽ തന്നെ ഡ്രാമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു വലിയ തോതിലുള്ള ഒരു അത്ഭുതകരമായ ദൈവ സാന്നിധ്യവും അത്ഭുതകരമായ ദൈവപ്രവൃത്തിയും ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ അനുഭവിച്ചറിയേണ്ട നാളുകളാ. ഓർക്കുന്നുണ്ടോ? ഈ ജനുവരി മാസത്തിൽ ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ചെയ്ത ചില ഉടമ്പടികൾ ഓർക്കുന്നുണ്ടോ? വർഷം അവസാനിക്കാറായി, ഒരു അടയാളം പോലും കാണുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്. അതേ ഏലിയാവിന് വേണ്ടി ദൈവം ഒരു കൈ പോലെയുള്ള മേഘം അടയാളമായി കൊടുത്തെങ്കിലേ ഇന്നത്തെ ദിവസം ആ വചനം പുറപ്പെട്ടത് ഒരു അടയാളമായിട്ടാ. ഈ 8-ാം മാസം, എത്ര മാസം കൊണ്ട് ബാക്കി? 4 മാസം. ഈ 4 മാസത്തിനുള്ളിൽ ശക്തമായ, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, പക്ഷെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് പറയുന്നു, യെസ്,
ഇത് മാനുഷിക ശബ്ദമല്ല ദൈവമക്കളെ. ഉറച്ച് വിശ്വസിക്ക്. അസാധാരണമായ ദൈവപ്രവൃത്തികൾ കാണാൻ പോകുക. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഭവനങ്ങളിൽ കാണാൻ പോകുക കേട്ടോ. ഉറജല ദിനസകനകാലേ ഉനാതിര വേഗത്തിൽ വേഗത്തിൽ ദൈവം ശക്തമായ ചില പ്രവൃത്തികൾ, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. വീണ്ടും ധീരവാല വേഗത്തിൽ വേഗത്തിൽ ദൈവം തന്നെ ദൂതന്മാരെ ചില സ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. രാജാവിന്റെ കൽപ്പന പുറപ്പെട്ടപ്പോൾ വേഗത്തിൽ എമിസറീസിനെ അയച്ചു. എന്ന് വെച്ചാൽ രാജാവിന്റെ കൽപ്പന ദൈവജനത്തിന്, യഹൂദന്മാർക്ക് അനുകൂലമായ കൽപ്പന പുറപ്പെടുവിക്കുന്ന സമയത്ത് പോലും മറ്റേ ന്യായവിധിയാ മരണവിധി അവിടെ നിൽക്കുക കേട്ടോ. അതിനെ മാറ്റിക്കളയുവാൻ തക്കവണ്ണം ഉണ്ടല്ലോ ഒരു പെട്ടെന്നുള്ളതായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ട് അശ്വാരോഹികളെ ആ കുതിരപ്പുറത്തെ ആൾക്കാര് പോയത് അത്രത്തോളം അർജന്റ് ആയിട്ടുള്ള ഒരു കൽപ്പന പുറപ്പെട്ടു. ദൈവമക്കളെ, ഈ 4 മാസം ശേഷിക്കുന്ന ഉള്ളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ചില അടയാളങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. ദൈവം തന്റെ ദൂതന്മാരെ ചില സ്ഥാനങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവം തന്റെ ദൂതന്മാരെ ചില ഭവനങ്ങളിലേക്ക്, ചില വ്യക്തി ജീവിതങ്ങളുടെ അടുക്കലേക്ക്, ചില ഉന്നത അതോറിറ്റീസിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാ. മുടങ്ങിക്കിടക്കുന്ന വഴികൾ തുറന്നു തരുവാൻ, മുടങ്ങിക്കിടക്കുന്ന നന്മകൾ വിട്ടു തരുവാൻ, ഇല്ലാത്ത വഴികളെ ഉണ്ടാക്കി തരുവാൻ കർത്താവ് പറയുന്നു, ഞാൻ എന്റെ ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. ഒരു ദൂതല്ല പോയേക്കുന്നത്, പല ദൂതന്മാരെ പോയേക്കുന്നത് കേട്ടോ. ദൈവം തന്റെ ദൂതന്മാരെ പല സ്ഥാനങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. അവിശ്വാസം നമ്മളിൽ ആരും ഉണ്ടാകരുത് കേട്ടോ. പ്രകലക സ്ഥിരപശ്യാന്തരെ വേഗത്തിൽ ഞാൻ വാക്കുകളെ നിർത്തുവാൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. റെബല ചുതന സിഗന അൽബാര ഭക്ഷ്യാന്തരെ. സൂസനാന്റിക്ക് എക്സാം അല്ലേ? ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾ ഞാൻ 7 മണിക്ക് തന്നെ നിർത്തുവാൻ ഞാൻ ട്രൈ ചെയ്യുകയാണ്. പ്രാർത്ഥനയില് ദൈവസന്നിധിയില് ആയിരിക്കുക ദൈവമക്കളെ. എനിക്ക് എന്നെ ഏൽപ്പിച്ച ദൂതുകൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 10:29 വാക്യത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അത് ആ വാക്യത്തിന്റെ 2ാം ഭാഗമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഉറബല ഭവിഷ്യാരെ കർത്താവിന്റെ കയ്യിൽ നമ്മളെ ഒതുക്കി പിടിച്ചിരിക്കും. ഈ കൈക്ക് ഉള്ളിൽ നിന്ന് ആർക്കും നമ്മളെ പിടിച്ചു പറിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. റീഖാന 43:4 നീ എന്റെ ദൃഷ്ടിയിൽ, നീ എന്റെ സന്നിധിയിലോ വിലയേറിയവനും മാന്യനുമായിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന ദൈവമക്കളെ, വരും ദിവസങ്ങളിൽ ആ സ്നേഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സൃഷ്ടാവ് നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് വേണോ? ആ കൃപാസനത്തോളം അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് നമുക്ക് ഇന്ന് രാത്രികാലം ഒന്ന് ഓടിപ്പോകാമോ? നമ്മുടെ പിതാവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അടുത്ത് വരാമോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ അപ്പാന്ന് പറഞ്ഞു ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ അവസ്ഥ ദൈവം മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. ആദ്യം നമ്മുടെ പേര് മാറ്റും. ആദ്യം നമ്മുടെ അവസ്ഥ മാറ്റും. നമ്മുടെ വ്യക്തിപരമായ അവസ്ഥ മാറ്റും. അത് കർത്താവിന്റെ തീരുമാനമാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, നിനക്ക് പകരം ഞാൻ ജാതികളെ കൊടുത്തിരിക്കുകയാ. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമാ. പക്ഷെ നമുക്ക് പകരം ആരെയാ കർത്താവ് തന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാകട്ടോ. ലഗസ്തൂരാധിപരശാന്തര വലിയ വില മുടക്കിയതാ കർത്താവ്. സ്വർഗീയ സിംഹാസനം വിട്ട് ഇറങ്ങി വന്ന കർത്താവാ നമ്മളോട് ഇന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ആ സ്നേഹം ഒന്ന് ഉൾക്കൊണ്ടേ ദൈവമക്കളെ. നമ്മൾ കർത്താവിന്റെ പ്രിയരാ. നമ്മൾ ഈ കർത്താവിന്റെ ഇഷ്ടപ്പെട്ടവരാ. റീഖാന ദിരാബാല. പേര് മാറിയതിന്റെ ചില അടയാളങ്ങൾ മാത്രം പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. ഹെപ്സിബയായി.
ബയൂലയായി. നമ്മുടെ വ്യക്തിപരമായ അനുഭവം മാറിയപ്പോൾ ദേശത്തിന്റെ പേര് മാറി, നമ്മുടെ പൊസിഷൻ മാറി, നമ്മുടെ ചുറ്റുമുള്ളവരുടെ അനുഭവം നമ്മളിലൂടെ മാറി. സ്ഥലങ്ങളുടെ പേര് മാറ്റിയ പോയിന്റ് ഞാൻ പറഞ്ഞു പോകട്ടെ. ലൂസിനെ ബേഥാലാക്കി യാക്കോബ് നിമിത്തം, കിര്യത്തർബെ കാലേബ് നിമിത്തം ഹെബ്രോനാക്കി ദൈവം. ഹല്ലേലൂയ. വ്യക്തികളെ പേര് മാറിയത് അബ്രാമിനെ അബ്രഹാമാക്കി കൃപ വെളിപ്പെട്ടു. ഇസ്രായേലിനെ യാക്കോബിനെ ഇസ്രായേലാക്കി നമ്മൾക്കറിയാം. പുതിയ നിയമത്തിൽ ഷീമോനെ യോഹന്നാനാക്കി. കർത്താവ് നമ്മുടെ പേര് മാറ്റുന്നതുണ്ടല്ലോ. ഷീമോനെ പത്രോസാക്കി, ഷീമോനെ പത്രോസാക്കി. ഹല്ലേലൂയ. നമ്മുടെ പേര് മാറ്റുന്നതുണ്ടല്ലോ. ദൈവം ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ടല്ലെന്നും കൂടെ കർത്താവ് പറയുന്നു. യെസ്, നമ്മുടെ സിറ്റുവേഷൻ മാറ്റുന്നതുണ്ടല്ലോ. നമ്മുടെ ഫ്യൂച്ചർ കണ്ടിട്ടാ. നമ്മൾ ആരാകാൻ പോകുന്നെന്നാ ദൈവം നോക്കിയിരിക്കുന്നത്. മിനി സൈമൺ ആന്റി, നമ്മളെ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയാ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ലേ. ദൈവമേ നാളത്തെ സിറ്റുവേഷൻ നോക്കി പറയുക, നീ ആരാകാൻ പോകുകയാണെന്ന് ഞാനാ എന്റെ മകളെ ഞാൻ കണ്ടിരിക്കുന്നത്. ഗിദയോന്റെ അവസ്ഥ നോക്കണം. പരാക്രമശാലിയെ എന്ന് പറയുമ്പോൾ അവന്റെ പ്രസന്റ് സ്റ്റേറ്റസ്, അവന്റെ അപ്പോഴത്തെ ആ നിമിഷമുള്ളതായ അനുഭവം. മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് മതിച്ചു കൊണ്ടിരിക്കുക. മിദ്യാന്യ പാളയത്തില് ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന കാര്യം പറയാൻ, അതൊന്ന് കാണാൻ പോലും പോകാൻ, ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ട് ബാല്യക്കാരനെ കൂട്ടിക്കൊണ്ട് പോയ ആളാ. ആ പേടിയൊന്ന് ചിന്തിക്കണേ. ദൈവം അടയാളം കൊടുക്കുമ്പോൾ തന്നെ മിദ്യാന്യ പാളയത്തിൽ ഇന്നതാ സംഭവം എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൂടെ ഒരു ബാലയും കൂടെ കൂട്ടിയാ പോയത്. പേടിയാണോ? ഒറ്റയ്ക്ക് അവരെ നേരിട്ട് മടിയായവൻ, ഭയമായവനെ കർത്താവിന്റെ ദൂതൻ സംബോധന ചെയ്തതെങ്കിൽ ആ പരാക്രമശാലിയെ, ഗിദെയോനെ, നിനക്ക് ഇന്നത്തെ കാര്യമേ നോട്ടമുള്ള, നീ ഇന്നത്തെ അവസ്ഥയെ കാണുന്ന, നാളെ നീ ആരാണെന്ന് ഞാൻ അറിയുന്നു. മിനിയാന്റിയോട് ദൈവാത്മാവ് പറയുന്നു, നാളെ ഞാൻ നിന്നെ ആക്കുവാൻ പോകുന്ന പൊസിഷൻ, മകളെ ഗിദെയോനെ മിദ്യാന്യ പാളയത്തിലേക്ക് യോദ്ധാവായി അയച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. അത് മാറ്റമില്ല കേട്ടോ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോകുന്നു. അത് പറയാതിരിക്കാൻ കഴിയുകയില്ല കേട്ടോ. ഒരൊറ്റ കാര്യം കൂടെ. കർത്താവ് പുതിയ ഇതെല്ലാം പറയുന്നതിൽ നമുക്ക് തന്ന വാഗ്ദത്തമാണ് നല്ലത്. ഞാൻ തന്നെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ ഈ കർത്താവ് തന്നെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അത് മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. റുകാലാഗസ്തിന, യോഹന്നാൻ നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവിൻ. ആമേൻ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവേൻ. പുതിയ നിയമത്തിൽ ഒത്തിരി വാക്കുകളുണ്ട്. നമ്മൾ കഷ്ടം സഹിക്കുവാൻ വരം ലഭിക്കപ്പെട്ടവരാ. എന്തിനാ കഷ്ടം സഹിക്കുന്ന? കർത്താവ് നിമിത്തമാ. ഇത് മനുഷ്യരല്ല പറഞ്ഞത്, ഇത് അപ്പോസ്തലന്മാരല്ല പറഞ്ഞത്, കർത്താവ് തന്നെയാ പറഞ്ഞത്. ലോകം എന്നെ പകച്ചു എന്റെ മക്കളെ, അതുകൊണ്ട് നിങ്ങളെയും പകയ്ക്കും, പകച്ചിരിക്കും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാണെന്ന് അറിയാലോ. ആരാ? പരിശുദ്ധാത്മാവ്. രഗലഘടകമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള വിശ്വാസമുള്ളവർ കൈയൊന്ന് നോക്കിക്കാണ്. ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗം കണ്ടിരിക്കുക. ഈ വിശ്വാസം അന്ത്യത്തോളം വേണം കേട്ടോ. നമ്മൾ പറയാൻ പാടില്ല. നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് ലോകം കർത്താവിനെ പകച്ചെങ്കിൽ നമ്മളെ വെറുതെ വിടുവോ? ദേവദാസിമാരെ? നമ്മൾക്ക് എത്രത്തോളം ലോകത്തിന്റെ പക കടന്നു വരുന്നു അവിടെ ചിന്തിച്ചോണം.
ദൈവം നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണെന്ന്. കർത്താവിന്റെ സുഗന്ധമാ നമ്മള്, ക്രിസ്തുവിന്റെ സുഗന്ധമാ നമ്മുടെ ഉള്ളിലുള്ളത്. ഈ വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, അത് ഓർത്തോണം. ക്രിസ്തുവിന്റെ സുഗന്ധവും കർത്താവിന്റെ കൃപയും നമ്മൾ വഹിക്കുന്നത് കൊണ്ട് അത് പിശാചിന് സഹിക്കത്തില്ല, വിറയല. പിശാചിനത് സഹിക്കത്തില്ല. യേശുവിനെ ലോകത്തിന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ യേശുവിന്റെ വകയായ ഒന്നിനെയും ശത്രു വെറുതെ വിടുവോ? ഇഷ്ടപ്പെടുവോ? ഇതൊരു മറുവശം കൂടി ചിന്തിക്കാം. ദൈവമക്കളെ, കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ മുൻപിൽ നമ്മൾ ത്വക്തര, കർത്താവിന്റെ ദൃഷ്ടിയിൽ ഇഷ്ടയ ആണല്ലോ. അപ്പോൾ കർത്താവ് ഒരു വാക്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവരാരാ? കള്ളനാ. അത് ഞാനല്ല പറഞ്ഞ കേട്ടോ, കർത്താവിന്റെ വചനമാ പറയുന്നത്. ചിന്തിച്ചു നോക്കണം. ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ പകച്ചാൽ, ഇതൊരു വാണിംഗ് ദൈവം തരികയാണ്. കാരണം ഇത് ദുഷ്കാലമാ ദൈവമക്കളെ. നമ്മൾ വളരെ ബുദ്ധിയുള്ളവരും ദൈവകൃപയിലുമായിരിക്കണം. ലോകം നമ്മളെ പകയ്ക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ആത്മീക സഹോദരങ്ങളെ പകച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ളത് ഏതാണെന്നും കൂടെ വിവേചിച്ചോണം. കാരണം ലോകത്തിലുള്ളതിനെ യേശുവിനെ പകയ്ക്കാൻ കഴിയൂ, ലോകത്തിനുള്ളതിനെ ദൈവമക്കളെ പകയ്ക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണോ വസിക്കുന്നത്? ആ സമയത്ത് അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്ന കാലമായത്. ദൈവമക്കളെ, നമ്മളെ തന്നെ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് ഭാരമേൽപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്താവിനോട് പറയാം, താങ്ക് യു ഫാദർ, നന്ദി അപ്പ, എന്നെ സ്നേഹിച്ചത് കൊണ്ട്. ഞാൻ അങ്ങയുടെ ഇഷ്ടയായതിനാൽ സ്തോത്രം. എന്ന കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. ദൈവനാമം എന്നിലൂടെ മാറ്റപ്പെടുവാനിടയാക്കണം. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമക്കളെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഈ സമയം തന്ന സൂസനാന്റിയെയും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകല ദൈവദാസിമാരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.